എല്ലാവർക്കും നമസ്കാരം. 6 മിനിറ്റ് മാത്രമുള്ള ഒരു വീഡിയോ ആണിത്. ഇത് നമ്മുടെ നാട്ടിലുള്ള ഷഹീദ് എന്ന് പറയുന്ന ഇക്കാടെ മകൻ്റെ വിവാഹമാണ്. ഇത് നടക്കുന്നത് കഴക്കൂട്ടത്ത് അൽസാജ് അരീന എന്ന് പറയുന്ന കൺവെൻഷണൽ സെൻറ്ററിൽ വെച്ചാണ്. അപ്പോൾ ഞങ്ങൾ യാത്ര തുടർന്നു. ഞാനും എൻ്റെ സുഹൃത്തായ ഫഹദിൻ്റെ കുടുംബവും ചേർന്നാണ് നമ്മളിങ്ങനെ യാത്ര തുടർന്നത്. അമ്പരചുംബികളായ ബിൽഡിങ്ങുകൾ കണ്ട് മക്കൾക്ക് ബിൽഡിങ്ങുകളെക്കുറിച്ചും റോഡിനെക്കുറിച്ചും അതിൻ്റെ നിയമവശത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങളിങ്ങനെ മുന്നോട്ട് യാത്ര തിരിക്കുകയാണ്. അപ്പോൾ ഫഹദിൻ്റെ വാപ്പ കുറേ കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ഞങ്ങളടുത്ത് പറഞ്ഞു തരുന്നുണ്ട്. മക്കളെ ഇങ്ങനെയൊക്കെ ജീവിക്കണം, ചിലവ് കുറച്ച് ജീവിക്കണം, ആർക്കും ഒരു ബാധ്യത ഉണ്ടാവാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ യാത്ര ചെയ്യുകയാണ്. ഓരോരോ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ബിൽഡിംഗ്, കേരളത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ നികുഞ്ചം ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. ഏതാണ്ട് 22-23 നിലയുള്ള ബിൽഡിങ്ങാണ്. കേരളത്തിലല്ല, കേരളത്തിലല്ല, ട്രിവാൻഡ്രത്ത് നിലവിലുള്ള ഏറ്റവും വലിയ ബിൽഡിങ്ങാണ്. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ ഫഹദിൻ്റെ മകൻ സൽമാൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കഴക്കൂട്ടമൊക്കെ കഴിഞ്ഞു. ഇങ്ങനെ യാത്ര തുടർന്ന് കല്യാണ മണ്ഡപത്തിലേക്ക് എത്തുന്ന രംഗങ്ങളാണ് കാണുന്നത്. സൽമാനാണെങ്കിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് മടുത്ത് എത്തുന്നില്ലല്ലോ എന്ന് സൽമാൻ ഇങ്ങനെ ഓരോ തവണയും ക്ഷമയോടുകൂടി കാത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ കൺവെൻഷൻ സെൻ്റർ എത്താറായി. നമ്മൾ പട്ടുകണിയും തിരിഞ്ഞു. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിലേക്ക് എത്തുന്ന രംഗങ്ങളാണ് കാണുന്നത്. വണ്ടി പാർക്ക് ചെയ്തതിന് ശേഷം ഫഹദാണ് മുന്നിൽ പോകുന്നത്, പിറകെ പോകുന്ന എൻ്റെ മകനാണ്. അങ്ങനെ അൽസാജ് അരീനയിലേക്ക് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് പാടുപെട്ടു. കാരണം പാർക്കിംഗ് ഭയങ്കര പാടായിരുന്നു. കുറച്ച് സ്ഥലം മാത്രമേ പാർക്കിംഗ് ഉള്ളതുകൊണ്ട് ബാക്കിലെല്ലാം പോയി 2 തവണയോളം കറങ്ങി വന്നു. അങ്ങനെ ഞങ്ങൾ ഫഹദിനൊപ്പം ഇങ്ങനെ മണ്ഡപത്തിനകത്തേക്ക് കയറുന്ന രംഗങ്ങളാണ് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ മുറ്റം ഫുള്ള് ഇൻ്റർലോക്ക് ഇട്ട് വളരെ നീറ്റും ആൻഡ് ക്ലീനാണ് ഈ പറയുന്ന കല്യാണ മണ്ഡപം. അകത്ത് ഫുള്ള് AC ആണ്, സെൻട്രലൈസ്ഡ് AC ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള കല്യാണമാണ്. എല്ലാ തരത്തിലുള്ള വാദ്യമേളങ്ങളോട് കൂടിയ വിവാഹമാണ് നടന്നത്. വാദ്യമേളം എന്ന് പറയുമ്പോഴത്തേക്ക് ചെറിയ ഡാൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് മണവാളൻ ചക്കനെ കൊണ്ടുപോവുകയും അങ്ങനെ ഞങ്ങൾ ഇതെല്ലാം കാഴ്ചകളൊക്കെ കണ്ടു. മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറുന്ന രംഗങ്ങളാണ്. അവിടെ പയ്യന്മാരാണ്ട് ഐസ്ക്രീമൊക്കെ കുടിച്ച് നിൽക്കുകയാണ്. ഫഹദ് കാര്യമൊക്കെ പറയുന്നുണ്ട്. എൻ്റെ മകനാണ് ഈ വരുന്നത്. ഞങ്ങളിങ്ങനെ എല്ലാ വീഡിയോയും കിട്ടി. സൽമാനാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ സൽമാനെ എല്ലാം കവർ ചെയ്യുന്നുണ്ടോ ഞാൻ ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ മണ്ഡപത്തിൻ്റെ അകത്തേക്ക് കയറുകയാണ്. മണ്ഡപത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ അതിസുന്ദരമാണ്. കാരണം കളർഫുൾ കല്യാണമാണ്, ഭയങ്കര രസമുള്ള കല്യാണമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മണ്ഡപത്തിനകത്തേക്ക് കയറി. മണ്ഡപം ഒരുപാട് അറിയാവുന്ന ആൾക്കാരുണ്ട്, നമ്മുടെ നാടായതുകൊണ്ട്. അപ്പോൾ എല്ലാവരെയും പരിചയപ്പെട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. രാഷ്ട്രീയ നേതാക്കളുണ്ട്, അതുപോലെ തന്നെ സമൂഹത്തിൽ വേണ്ടപ്പെട്ട അറിയാവുന്ന ഒരുപാട് ആൾക്കാർ ഈ വിവാഹത്തിൽ പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ എൻ്റെ സുഹൃത്തുക്കളും ഒരുപാട് പേരുണ്ടായിരുന്നു. അങ്ങനെ തീപ്പൊരി മേളത്തോട് കൂടിയ അതുകൊണ്ട് നിങ്ങൾ കാണുന്നില്ലേ, അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ളൊരു വിവാഹമാണ്. ഒരുപാട് അത്യാവശ്യം ജനങ്ങളെ ഇരിക്കാൻ പറ്റുകയും നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു ഇതിനകത്തുള്ളത്. കല്യാണത്തിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അങ്ങനെ ഞങ്ങൾക്ക് അടുത്ത ഘട്ടത്തിൽ കിടക്കേണ്ടതുണ്ട്. അടുത്ത ഘട്ടം എന്ന് നിങ്ങൾക്കറിയാം, എല്ലാവരും ആഹാരം കഴിക്കുന്നൊരു ഘട്ടമാണത്. ഞാനത് ഇടയ്ക്കിടയ്ക്ക് സൽമാനോട് പറഞ്ഞു, സൽമാനെ നമുക്ക് ആഹാരം കഴിക്കാൻ പോകണ്ടേ എന്നുള്ളത്. അങ്ങനെയുണ്ട്. ഡാൻസ് മേളങ്ങളൊക്കെ നിങ്ങൾ കാണുന്നത്, ദൂരെ കാണുന്നതൊക്കെ ഡാൻസാണ്. അങ്ങനെ ചെറുക്കനെ സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന രംഗങ്ങളാണ് ഓരോന്നും നിങ്ങൾ കാണുന്നത്. വീഡിയോയ്ക്ക് ഒരു പരിമിതിയുണ്ട്. പരിമിതിയിൽ പറ്റുന്ന വീഡിയോകളൊക്കെ മാക്സിമം എടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഫഹദ് പറയുന്നുണ്ട്, ഒന്ന് നിർത്തറ, ആരെങ്കിലും കണ്ടാൽ മോശമായിരിക്കുമെന്ന്. പക്ഷെ നമുക്കിത് നമ്മുടെ ചാനലിടാൻ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻ വേണ്ടേ, അങ്ങനെ എടുക്കുന്ന വീഡിയോകളാണ് ഇതെല്ലാം ഉള്ളത്. എൻ്റെ ഈ അവതരണത്തിലും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങളിത് കമൻറ്റിലായിട്ട് തിരുത്തണം. കുറച്ച് മാറി വരുന്നേ ഉള്ളൂ. ലോങ് വീഡിയോ ആണ്, 6 മിനിറ്റ് വീഡിയോകൾ ഇങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ പാടായിരിക്കും വോയിസ് ബാക്ക്ഗ്രൗണ്ടിൽ. ഞങ്ങളങ്ങനെ ആഹാരം കഴിക്കാനായിട്ട് മണ്ഡപത്തിൽ ഇരുന്നു. വിശാലമായ സ്ഥലമാണ് ആഹാരം കഴിക്കാനുള്ളത്. ഇത് D കൗണ്ടർ എന്ന് പറയും. D കൗണ്ടറാണ് ഇട്ടേക്കുന്നത്. അതിനകത്ത് നടുക്ക് ആൾക്കാർ നിൽക്കും, നമുക്ക് ഇഷ്ടമുള്ള ആഹാരം ചോദിക്കാം. അതായത് മട്ടൺ ബിരിയാണി ആയിരുന്നു. മട്ടൺ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ്റെ ഒരുമാതിരി നല്ല ഡ്രൈ ആയിട്ടുള്ള എന്നാൽ സ്പൈസി ആയിട്ടുള്ളൊരു ഫുഡായിരുന്നു. അതുപോലെ സലാഡ്, പിന്നെ ഒരുതരം അച്ചാറുണ്ടായിരുന്നു. അച്ചാറും സൂപ്പറായിരുന്നു. എല്ലാം കഴിച്ച് ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ കാണാൻ പായസം ഒരു സെക്ഷനിൽ, ഡെസേർട്ട് ഒരു സെക്ഷനിൽ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. അതുകൊണ്ട് സൽമാൻ്റെ പെങ്ങടെ മോനാണ് ഇവൻ. അതുകൊണ്ട് സൽമാൻ വന്നേക്കുന്നു. സൽമാൻ്റെ പെങ്ങടെ മോനല്ല, ഫഹദിൻ്റെ പെങ്ങടെ മകനാണ്.
ഇതാണ് റിസ്വാൻ. അങ്ങനെ റിസ്വാൻ എൻ്റെ മകനാണ്. ഇത് നമ്മുടെ നിസാമക കൊളുത്തുപുഴയുള്ള. ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് അറിയാവുന്നിടത്തൊക്കെ പരിചയങ്ങളൊക്കെ പുതുക്കി. ഇത് ബിരിയാണി വിളമ്പുന്ന ഞാൻ നേരത്തെ എടുത്തൊരു ദൃശ്യമാണ്. ഇത് ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിടേണ്ടി വന്നു. നല്ല ബിരിയാണി ആയിരുന്നു, നല്ല റാഹത്തായിട്ടുള്ള നല്ല നല്ല ആഹാരമായിരുന്നു. ഒരുപാട് പേര് എന്താ പറയുക, നല്ല രീതിയിൽ ഇരിക്കാനും സമാധാനമായിട്ട് കഴിക്കാനും പറ്റിയ ഒരു അന്തരീക്ഷമായിരുന്നു. ഞങ്ങൾ വീണ്ടും അൽസാദിൻ്റെ പുറത്തേക്ക് ഇറങ്ങി വണ്ടി തപ്പി നടക്കുകയാണ്, വണ്ടി എവിടെ പാർക്ക് ചെയ്യുന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇതിനകത്തൂടൊക്കെ ഇങ്ങനെ കറങ്ങി എല്ലാവരെയും കണ്ടു. തിരിച്ചാണ്. ഇത് നമ്മുടെ കരീമാമയാണ്, നമ്മുടെ വക്കീൽ കരീമാമ. അത് നിസാമാക്കാടുത്ത് കാര്യമൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം മറ്റേ സലീമാക്ക കൊളുത്തുപുഴയുള്ള എല്ലാവർക്കും അറിയാം, കോൺഗ്രസിൻ്റെ നേതാവ്. ബിരിയാണി ഉണ്ടോ സൽമാനെ? സൽമാനെ ബിരിയാണി ഉണ്ടാകുന്നു കിട്ടില്ല സൽമാനെ. സൽമാനെ ആ വീഡിയോ സൽമാൻ പണിയിരിക്കുകയാണ് ഗെയ്സ്. സൽമാൻ പറഞ്ഞു വന്നാൽ സൽമാൻ ലോക പണക്കം ഗെയ്സ്. അപ്പോൾ ഞങ്ങൾ എന്താണ് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ തിരിക്കുകയാണ് ഗെയ്സ്. നോ ഗെയ്സ്. അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് ലുലു മാളിലേക്ക് പോയി. കാരണം ലുലു മാളിൽ 50% ഓഫർ നടക്കുകയാണ്. പക്ഷേ സൽമാനെ കൊണ്ടുപോകാത്തതുകൊണ്ട് സൽമാൻ ചെറിയ നീരസവും വിഷമമൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ നാടായ കൊളുത്തുപുഴയിലേക്ക് തിരിക്കുകയാണ്. ആ ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. എല്ലാവർക്കും നമസ്കാരം, ടാറ്റ.